സൂചി പേടിയുണ്ടോ? പേടിയുണ്ടോ നിങ്ങൾക്ക്? എന്താണ്? താങ്ക് യു. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ റൂം ടൂർ. ഹായ്. അപ്പൊ നമ്മളിതാ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ കൂടെ ഇവിടെ ഇതാ പേഷ്യന്റ് ഉണ്ട്, പിന്നെ സിങ്കി ഉണ്ട്, പിന്നെ ഡ്രൈവർ റാഷി ഉണ്ട്, പിന്നെ താത്ത ഉണ്ട്. താത്ത ഞങ്ങളെ ഒളിച്ചിക്കാണ്. ഉമ്മന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലെ അമ്മ? ബെസ്റ്റ് ഫ്രണ്ടിനെയും കൂട്ടിയിട്ടാണ് ഉമ്മ സർജറിക്ക് വരുന്നത്. അപ്പൊ ഉമ്മ നമ്മള് സൈബമോള് മാത്രം മിസ്സിംഗ് ഉണ്ട് അല്ലേ? കഴിഞ്ഞ പ്രാവശ്യത്തെ മാതിരി അല്ലേ? കഴിഞ്ഞ ദിവസത്തെ മാതിരി മംഗലത്തമ്മനെ കൊണ്ടുവരണം നമുക്ക്. എന്താണ് കരയല്ലേ നിങ്ങള്? ഇത് സിമ്പിൾ അല്ലേ? വലിയ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ നമ്മളിതാ നേരെ കോട്ടക്കൽ എത്തിയിരിക്കുകയാണ്. നമ്മളിങ്ങളെ സർജറിക്കല്ലോ ഒന്ന് നിങ്ങളെ മരുമ്പോളൊക്കെ നല്ല പച്ച പിടിച്ചിട്ട് നോക്കി. പച്ചയാണല്ലോ അല്ലേ? വിചാരിച്ചിട്ട് പച്ച പിടിച്ചിട്ട് മൊത്തം. അതെ, നല്ലതാണ്. ഇനി ഇതിന്റെ കമന്റ് നോക്കേണ്ടി വരില്ല. സീന് ഉമ്മനെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് എഴുതി കൊടുക്കും. ഇതവിടെ ലാബിൽ വന്നിരിക്കല്ലേ? ബ്ലഡ് ടെസ്റ്റില് എക്സ്റേയും ബ്ലഡ് ടെസ്റ്റും. കാരണം അഡ്മിറ്റ് ആക്കാനുള്ള അല്ലേ കാര്യങ്ങൾക്ക് വേണ്ടിട്ട്. സൂചി പേടിയുണ്ടോ? പേടിയുണ്ടോ നിങ്ങൾക്ക്? കഴിക്കാ ഇത് കൊറേ ഉണ്ടല്ലോ സിസ്റ്റർ. ആണല്ലേ? അപ്പൊ എല്ലാവർക്കും ഓരോന്ന് വെച്ച് കൊടുക്കാനല്ലേ? നമുക്കിത് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് കൊടുക്കാനുള്ളത്, ഓരോ ടെസ്റ്റിന്. അപ്പൊ അതിനനുസരിച്ചുള്ള ട്യൂബ്സ് നമുക്ക് വേണം. കണ്ടില്ലേ എന്ത് സ്നേഹത്തോടെ സംസാരിച്ചിട്ടില്ലേ? ഒരു പൂ പറിക്കുന്ന ലാഘവം പോലും ഇല്ലാതാണ് ഇത്രയും കുപ്പി എടുത്തത്. എക്സ്റേ എടുക്കാൻ വേണ്ടി പോയതല്ലേ? അവിടെ ഒരാള് മതി എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെത്തി നമ്മളൊക്കെ കൂടി ഇത് ലോഞ്ചിലിരിക്കുകയാണ് അല്ലേ? അടിപൊളിയല്ലേ? സുഖമായിട്ട് നല്ല എ സി ഒക്കെ കൊണ്ട് പീസ്ഫുൾ ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ പഠിക്കുകയാണ്? കൊറേ നേരമായി പഠിക്കുന്നത്. ഇത് കണ്ടിട്ട് എന്താ നിങ്ങൾക്ക് മനസ്സിലാവുന്നേ? അതെ, സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ഇത് എടുക്കാൻ വരുമ്പോ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ വന്നിട്ട് അത് കൊണ്ടുവന്നതും എന്തൊക്കെ കൊണ്ടുവന്ന് എന്തൊക്കെ ചെയ്ത് എന്തൊക്കെ ടെസ്റ്റ് ചെയ്തെന്നൊക്കെ അറിയാം. പക്ഷെ ഇവള് ചോദിക്കുന്നതിനോട് ഫൈബ്രോയിഡ്സിന്റെ സൈസ് എത്ര എന്നൊക്കെ നിങ്ങൾ നോക്കിയിട്ട് കിട്ടാത്ത ഞാൻ നോക്കിയാൽ കിട്ടുമോ? അതെനിക്കറിയാം, ആ ഒരു സത്യം എനിക്കറിയാം. ഇതറിയാതെ ചോദിച്ചു പോയതാണ്. 144 എത്ര സെന്റിമീറ്റർ അമ്മ? എന്തോ ഒരു ഇഞ്ചെന്തോ ഉമ്മ പറഞ്ഞു. എടുക്കാതെ ഒരു പണിയും ഇല്ലാഞ്ഞപ്പോ അതിപ്പോ വാദി നിങ്ങൾ അവിടെ നിക്കുമ്പോ നിങ്ങളെ നമ്മൾ പറയൂ. അല്ല അതിന്റെ പ്രസക്തി അല്ലല്ലോ. 100 സെന്റിമീറ്റർ എത്ര ഇഞ്ചാന്ന് പറഞ്ഞാ ഞാൻ അതല്ലേ ചോദിച്ചത്. ഇഞ്ചിന്റെ കണക്കൊന്നും എനിക്കറിയില്ല. അല്ല, എത്ര ഇഞ്ചാണെന്ന്. എന്റെ മമ്മി അഡ്മിറ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മളത് റൂം കാണിച്ചിടാം. അപ്പൊ ഇതാണ് നിങ്ങളെ റൂം കേട്ടോ. അതെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ പ്രസ് ചെയ്താൽ മതി. ഞങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാനായിട്ട്. പിന്നെ ക്യാൻറ്റീനിലുള്ള ഫുഡ് ഇവിടുന്ന് പേഷ്യന്റിനുള്ള ഫുഡ് ഫ്രീ ആണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിൽ നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് വിളിക്കല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ റൂം ടൂർ. ഡോർ അടിച്ചേ.
ടി വി ഉണ്ട്, സാധനങ്ങള് ഇല്ലേ, സാധനങ്ങളൊക്കെ വെക്കാനും സംഭവം ഉണ്ട്, ഷെൽഫ് ഉണ്ട്, പഠിക്കുക. സൈബക്ക് വന്നവിടെ പഠിക്കാണ്ട് സ്റ്റഡി ടേബിളും ഉണ്ട്. ഫുഡ് കഴിക്കണേ ഓക്കെ അല്ലേ? ഇഷ്ടമായോ? അല്ലെങ്കിൽ കേറി കഴിക്ക്. ടോയ്ലറ്റ് ഉണ്ട്. ആ ചെറിയ രീതിയിൽ ഇവിടെ മേക്കപ്പ് റൂം. മേക്കപ്പ് ചെയ്യാനുള്ള ഉണ്ടെന്ന്. പിന്നെ ടോയ്ലറ്റ്. ഓ ടോയ്ലറ്റ് എന്തൊക്കെ ഏറ്റവും ഇഷ്ടമായത് ഇതുപോലെ ഞാൻ മറിയാ നോക്ക്, നീറ്റ് ആൻഡ് ക്ലീൻ അല്ലേ? റാഷി ബാത്റൂം ഉണ്ട് ഈ കിഡിലൻ. എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണ്. അതെ എനിക്കിഷ്ടം. മേക്കപ്പ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഒന്നുമില്ലടാ, സോറി പറ്റിപ്പോയതാ. ഓക്കെ നീ കേറിയിരിക്കും. ഇപ്പൊ ഇനി ഡോക്ടർ ബാക്കി എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അതിന് ഡോക്ടർ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞല്ലേ? ഡോക്ടർ ഇങ്ങോട്ട് വരാന്ന് തന്നെ. അപ്പൊ ഡോക്ടർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അതുവരെ റെസ്റ്റ് എടുക്കും. ഭയങ്കരമായിട്ട് കെയർ ചെയ്യണേ. നമുക്ക് ഇവിടുത്തെ വ്യൂ നോക്കണല്ലോ. ആ കാറ് കാണുന്നു. ഓ അതൊക്കെ അതെ അതെ അതെ. ഓ അപ്പുറത്തെ റൂമിൽ അവർക്ക് ബാൽക്കണി ഉണ്ട് അല്ലേ? അത് വേറെ ഏതോ ഭാഗാടി. അടിപൊളിയാ. പിന്നെ ഇതിലാണ് ഫ്രിഡ്ജ്, മിനി ഫ്രിഡ്ജ് ഉണ്ട്. എന്തെങ്കിലും വെക്കണമെങ്കിൽ മെഡിസിനും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ വെക്കുന്നത്. ഓ നമ്മളാ കാര്യങ്ങളൊക്കെ അപ്പൊ എന്തെങ്കിലും ഫുഡ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെക്കാൻ സെറ്റ്. അത് നല്ലൊരു ഇതായി, ഞങ്ങൾക്ക് ഗുണായി. കുറച്ച് ഐസ്ക്രീം ഒക്കെ കൊണ്ടുവന്ന് വെക്കാലോ അല്ലേ? അത് വെച്ചൂടെ? പേഷ്യന്റിനുള്ള ഫുഡ് വന്നിട്ടമ്മ ഇനിയിപ്പോ ചോറ്, ഉപ്പേരി, മീൻകറി, അപ്പേരി. കഴിക്കാൻ പറ്റും. എനിക്ക് ഞാൻ ഭക്ഷണമൊക്കെ നോർമലായിട്ടാണ് കഴിക്കുന്നത്. അല്ല അത് കുഴപ്പമില്ല. ഡൗട്ട് ക്ലിയർ ആയല്ലോ. അതായത് ഇങ്ങനെ നെക്കി നമ്മളെ BP നോക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് ഞാനും ഇവളും തമ്മിൽ കുറച്ച് ദിവസം മുമ്പ് അല്ലേ നമ്മളൊരു തർക്കം ഉണ്ടായിരുന്നു. അത് തർക്കമല്ല, ചോദ്യം എങ്ങനെയാന്നല്ല. രണ്ട് സൗണ്ട് വരും നിൽക്കുമ്പോ. ഒക്കെ എടുത്തു തരാം. ഫുഡ് കഴിച്ചു, നമ്മള് ഫുഡ് കഴിച്ചു. ഉമ്മന്റെ ഫുഡ് നമ്മളിതാ അവിടെ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്തൊക്കെ സാധനങ്ങളുണ്ട് നോക്കാം. എങ്ങനെ ഇത് തുറക്കണത് ഒരു പ്രത്യേക ഇതാട്ടോ. സാധാരണ ബോക്സ് തുറക്കണ വേണ്ടി നമുക്ക് തുറക്കാൻ വേണ്ടി പറ്റില്ല. ഇന്നെ പറ്റുമോ? അത് ഇങ്ങനെയല്ല, ഇങ്ങനെ ഇങ്ങനൊന്നും അല്ലടാ. ആ സ്മെല് നോക്കിമ്മ. ഉമ്മ ഒരു പണി ചെയ്യേ, നിങ്ങൾ ഹോട്ടലിൽ പോയി കഴിച്ചോളി, ഞാൻ ഇവിടുന്ന് കഴിക്കും. മിക്കവാറും സാധ്യത ഉണ്ട് കേട്ടോ. ചോറുണ്ട്, സാമ്പാറുണ്ട്, തോരനുണ്ട്, മീൻകറി ഉണ്ടാ നിന്റെ ഫേവറേറ്റ്? എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പൊ കൊറച്ചെടുത്ത് കളഞ്ഞിട്ട് കഴിച്ചാ മതി, അവന്റെ കൊതി കൂടും. ഞങ്ങൾ എന്തായാലും ുള്ള ഭക്ഷണം ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. ചോറ്, ഉപ്പേരി, അപ്പേരി ഒക്കെ. ഞാനിതാ ബിരിയാണി ആട്ടോ, കാരണം ഓരോ ഇല്ല അല്ല ഇവരൊക്കെ ചോറാണ് തിന്നുന്നത്, കാരണം തനിതായ നാടൻ ഇതാക്കാൻ വേണ്ടിട്ട്. ഞാൻ അല്ലേ, ഞാൻ പിന്നെ സിമ്പിൾ ആയതിനെ കൊണ്ട് ബിരിയാണി. അല്ല ഞാൻ സിമ്പിൾ ആയതിനെ കൊണ്ട് ബിരിയാണി. ഫുഡ് എങ്ങനെയുണ്ട്? ചെടി നിങ്ങൾക്കൊന്നും അറിയൂല. റൂം എന്ന് പറഞ്ഞിട്ട് അവിടെ ചെടി ഉണ്ട് എന്നിട്ട് അപ്പുറത്ത് കൊണ്ടുപോവാ. ഞാൻ ആദ്യം പറഞ്ഞതാണ് ഇവിടെ. നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട് കൊള്ളാട്ടോ അമ്മച്ചിയെ. ആ 2 ചെടിയാണ് അടയാളം വെച്ചേക്കുന്നത്. എല്ലായിടത്തും ചെടി ഉണ്ട്. ഞങ്ങള് സ്റ്റെപ്പ് കയറി മോളിൽ പോയി, പോകുമ്പോ ഇവിടെ നോക്കണ്ടേ? ആഹാ, നമ്മളെ കയ്യിലൊക്കെ അവിടെ നമ്മളെ കയ്യിലൊക്കെ ഇതിലായതിനെ കൊണ്ട് ഭക്ഷണം അടിപൊളിയാണോ? അതെ, മങ്ങൽത്തമ്മക്ക് എനിക്ക് പേടില്ല. നല്ല ചോറായതുകൊണ്ടല്ലേ മങ്ങൽത്തമ്മനെ കൊണ്ടുവരണം. നമുക്ക് ഇപ്പൊ നമ്മളെ അംഗസംഖ്യ കൂടുതലായതുകൊണ്ടാണ്. ഇതിലുള്ളതിൽ ഇപ്പൊ 1-2 ആൾക്കാരെ ചിലപ്പോ നമ്മള് നാളെ തട്ടും.
ഉള്ളതുകൊണ്ട് ആ മംഗലത്തമ്മക്ക് അല്ലേ നാളിപ്പോ വന്നിട്ട് ഭയങ്കര ഇതൊക്കെ ആയി. വിഷമം കൂടും. ആ മംഗലത്തമ്മക്ക് വിഷമം കൂടും. അപ്പൊ അതുകൊണ്ട് മംഗലത്തമ്മ നമുക്ക് നാളെ മറ്റന്നാളായിട്ട് കൊണ്ടുവരാം. എന്തായാലും ഇത് സർജറി കഴിഞ്ഞിട്ടില്ലേ, കഴിഞ്ഞ റൂമിലേക്ക് കഴിഞ്ഞിട്ട് റൂമിലേക്ക് മാറ്റുമ്പോ കൊണ്ടുവരാം. അത് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ട് സൈബനായിക്കോട്ടെ മംഗലത്തമ്മനായിക്കോട്ടെ നമ്മൾ നോക്കേണ്ട അവസ്ഥയാണ്. ചെയ്യാൻ കൊണ്ടുപോവാ അല്ല ചെയ്യാനല്ല ഡോക്ടറെ കാണാൻ അല്ല മാറിപ്പോയതാ ചെറിയൊരു വ്യത്യാസം. കയ്യമ്മേല ഇതൊക്കെ കുത്തിയല്ലോ അല്ലേ. ഇപ്പൊ അമ്മ ഒന്ന് ചേർത്ത് നമ്മളൊന്ന് പുറത്ത് സാധനം മേടിക്കാൻ വേണ്ടി പോയതില്ല. ഏതാ സാധനം കാണിച്ചെടുത്തേ? ചെറിയൊരു ഷോപ്പിംഗ് ഓപ്പൺ നൈറ്റ്. നല്ല നല്ല മുഞ്ചുള്ള നൈറ്റാ മേടിച്ചേ. ഇത് മാത്രമേ അവിടെ ഉണ്ടാവുന്നുള്ളൂ. ഇതെങ്ങനെ കാണിച്ചു കൊടുത്തേ? ഇത് പിന്നെ യൂസ് ചെയ്യില്ല. ആ അപ്പൊ പിന്നെ ഏതെങ്കിലും മതിയല്ലോ. ഉമ്മ നിങ്ങക്ക് ഇഷ്ടപ്പെട്ട പൂവും ചോപ്പും കൂടി ആയിട്ടുള്ളത് ഇതാണ്. എള്ളേൽക്ക് വെച്ച് ഏറ്റവും മുന്തിയ സാധനം മേടിച്ചത്. ഏറ്റവും മുന്തിയ സാധനം മേടിച്ചത്. മറ്റേ കോട്ടന്റെ ലൈറ്റ് ആയിട്ട് വാങ്ങിയിരുന്നത് ഞാൻ നോക്കിയില്ല അന്ന്. എന്തായാലും എല്ലാം വെച്ചേ ഈ ഓപ്പൺ നൈറ്റ് നിങ്ങൾ അല്ലാതെ ഇടുവോ? വേറെ രസമുള്ള കിട്ടിയിട്ട് കാര്യമില്ല. അപ്പൊ ഉള്ളത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാല്ലേ? അല്ല സിസ്റ്റർ ഇവിടെ ഉണ്ടോ നമുക്ക് നൈറ്റ് കിട്ടുമോ? ഓപ്പൺ നൈറ്റ് സീറോയില് കിട്ടൂലേ? അപ്പൊ നമുക്ക് ഇവിടുന്ന് ഉള്ളതില് എന്നാ ഒരു കാണാൻ രസമുള്ള നിങ്ങൾക്ക് മേടിച്ചുതരാം. ഓക്കെ പറ്റില്ലല്ലോ. പിന്നെ അപ്പൊ രാത്രി ഫുഡ് കഴിക്കാണ്ടിരിക്കുമ്പോ വേഗം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഉമ്മ ഇതെന്താണ് ഇത്? റഷ്യ ഇത് മിച്ചറ് തിന്നണമായി തിന്നല്ലേ? അലുവല്ലേ? പേഷ്യന്റിന്റെ കൂടെ നിൽക്കണം ബൈസ്റ്റാൻഡർക്ക് ഇത് വേണം. നാളെ ഇപ്പൊ മുടിയൊക്കെ കെട്ടി വെക്കണം എന്നുണ്ടെങ്കിൽ ഇത് വേണ്ടി വരും. എന്ത് സർജറിന്റെ കൺസെന്റ് ലെറ്റർ എഴുതല്ലേ? ഇത് ഉമ്മാണ് എഴുതുന്നത്. ഉമ്മയുടെ കൈപ്പടയിൽ എഴുതണം. പക്ഷെ സൈൻ ലാസ്റ്റ് വിട്ടാ മതി അല്ലേ? വായിച്ചോക്കെ ഇട്ടില്ലേ? പ്രൊസീജിയറിന് വേണ്ടി റെഡി ആവാ അല്ലേ? അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്യാല്ലേ? പുറത്താക്കി എല്ലാരും പുറത്താക്കി. നമുക്ക് ചാടിച്ചു വന്നാലോ? നല്ല ചൂട് പയം വരുന്നുണ്ട് താഴത്ത്. നമ്മളിപ്പോ താഴത്തെ സാധനം മേടിക്കാൻ പോവല്ലേ? പക്ഷെ ലിഫ്റ്റിൽ കയറുന്ന ആലോചിക്കും. ആയി പലഹാരം കൊണ്ടെന്ന് നോക്കിയമ്മ. നിങ്ങക്ക് പലഹാരം ഇല്ല? അതെ ഞമ്മക്ക് ഇവര് റാശിയും ഇവരൊക്കെ പോയില്ലേ? അവര് ഇന്നത്തേക്ക് തൽക്കാലത്തേക്ക് അവര് പോയിരിക്കാണ്. അപ്പൊ ഞാനിത് ഇവിടെ എഡിറ്റ് ചെയ്യുന്നുണ്ട്. രാവിലെ വരുള്ളൂ. അപ്പൊ ഞാനും സിങ്കിയാണ് ഇന്നും എന്റെ കൂടെ നിൽക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇന്ന് ഇവിടെ നൈസായിട്ടില്ലേ ചില്ലായിട്ട് നിൽക്കൂലേ? ഞങ്ങള് ഫുഡ് കഴിച്ചോണ്ട് ഞങ്ങളിപ്പോ തൽക്കാലം ഈ പലഹാരം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകും. ഡിന്നർ ടൈം ആണല്ലേ അമ്മ? എന്താന്ന് സ്പെഷ്യല്? ദോശയും സാമ്പാറും. അതാ യെസ്. അപ്പൊ ഞാനും സിങ്കിയുമാണ് ഇപ്പൊ ഉള്ളത്. നമുക്ക് ഒന്ന് താഴെ പോയി ഫുഡ് കഴിക്കേണ്ടി വരും അല്ലേ? അതെ നമ്മ കഴിച്ചിട്ട് നമ്മള് കഴിക്കും കേട്ടാ. നാളെ പിന്നെ രാവിലെ തന്നെ ഇവരൊക്കെ വരും. അപ്പൊ നമുക്ക് നേരത്തെ എണീക്കേണ്ടി വരും. നാളെ സർജറിന്റെ ഡേ ആണല്ലോ. കഴിക്കാൻ പറ്റില്ല. ഈ ഫുഡോടെ കഴിഞ്ഞു. ഇനി സർജറി കഴിഞ്ഞിട്ട് ഇനി ഫുഡ് കഴിക്കാൻ. അപ്പൊ അത് ഇത് നോട്ട് ഓൺലി ഡിന്നർ അല്ല ഉമ്മന്റെ, അതായത് സർജറിന്റെ മുന്നത്തെ അല്ലെ. ഇനി സർജറി കഴിഞ്ഞിട്ടാണ് ഉമ്മ ഭക്ഷണം കഴിക്കുക. അതെ. അപ്പൊ ഇനി കുറച്ചുകൂടി ഫുഡ് വേണോ അമ്മ? ഇത് മതി. ടേസ്റ്റ് ഉണ്ടോ ഫുഡ്? ടേസ്റ്റ് ഉണ്ടല്ലേ? ഞങ്ങളിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവും. അപ്പൊ അതേപോലെ തന്നെ ഇനി സർജറി ആണത്. മോർണിംഗ് ഞങ്ങളും പെട്ടെന്ന് കിടക്കും. ഇപ്പൊ സമയം ഒരു 8 മണി ആവാൻ പോണ്. 7:54 അപ്പൊ നമ്മളും ഇപ്പം നേരെ പോയിട്ട് ഒന്ന് ജസ്റ്റ് ഫുഡ് ക്യാൻറ്റീന്ന് കഴിച്ചിട്ട് കിടന്നുറങ്ങും. കാരണം നാളെ മോർണിംഗ് എണീക്കണം. ഉമ്മനെ നെബുലൈസ് ചെയ്യാൻ കൊണ്ടുപോകണം. ഇത് കണ്ട കാര്യബോധം ഉണ്ട് കേട്ടോ. കുറച്ച് നെബുലൈസ് ചെയ്യണം. പിന്നെ എന്താ പറഞ്ഞ തൈറോയിഡിന്റെ മരുന്ന് കഴിക്കണം.
എന്നിട്ടാണല്ലേ? ഇപ്പൊ കഴിക്കാനുള്ള മെഡിസിൻ ഇല്ല. പിന്നെ സൈബമോളും ഉപ്പിയും റാഷിയും രാവിലെ എത്തും. ഓരൊക്കെ രാവിലെ എത്തും. റാഷി പോയിട്ടുണ്ട് ഓൾറെഡി വിളിക്കാൻ വേണ്ടിട്ട്. അതെ, അപ്പൊ എന്തായാലും അല്ലേ, അപ്പൊ നാളെ സർജറി. അല്ല പ്രാർത്ഥിക്കും, ദുആയി അല്ലമ്മ, എല്ലാരും പ്രാർത്ഥിക്കണേ. ആയുസ്സും ആരോഗ്യമൊക്കെ തരാൻ എല്ലാരും പ്രാർത്ഥന ഉണ്ടാവണം. ഓക്കെ, അപ്പൊ എന്തായാലും